മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരണം ബി.ജെ.പി. നേതാവ് യുനാം ഖേംചന്ദ് സിംഗിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. യുനാം ഖേംചന്ദ് സിംഗ് പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കും. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് ഉപമുഖ്യമന്ത്രിയാകും. രാഷ്ട്രപതി ഭരണം ഈ മാസം 12-ന് അവസാനിക്കും. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, രാഷ്ട്രപതി ഭരണം അവസാനിക്കുകയാണ്. പുതിയ ഭരണം, പുതിയ സാരഥ്യം, അല്ലേ? സുരേഷ്, യുംനാം ഖേംചന്ദ് സിംഗ് ഇദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ബി.ജെ.പിയുടെ സന്തത സഹചാരിയാണ്. നേരത്തെയും മണിപ്പൂർ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം സിഗ്ജിങ്മെ എന്നുള്ള മണ്ഡലത്തിൽ നിന്നുള്ള എം.എൽ.എ ആണ്. ഇപ്പോൾ നേരത്തെ തരുൺജുഗ് സിംഗിനെ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ തരുൺജുഗിനെ നിരീക്ഷകനായി നേരത്തെ ഈ കേന്ദ്രം നിയോഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ സിംഗിനെ നിയമസഭാ കക്ഷി നേതാവായി ആദ്യം തെരഞ്ഞെടുത്തത്. പിന്നീട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാകും. കുക്കി വിഭാഗത്തിൽ നിന്നും അതേപോലെ തന്നെ മേതി വിഭാഗത്തിൽ നിന്നും നാഗ വിഭാഗത്തിൽ നിന്നുമുള്ള 2 പേരായിരിക്കും ഉപമുഖ്യമന്ത്രിമാർ. ഇവർ വനിതകളായിരിക്കുമെന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ വനിതകളെ പരിഗണിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ കുക്കി മേതി വിഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് സർക്കാരിൽ ഉന്നത തലങ്ങളിൽ സ്ഥാനമുണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇതിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഈ മാസം 12-ന് രാഷ്ട്രപതി ഭരണം അവസാനിക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു രാഷ്ട്രപതി ഭരണം. ഫെബ്രുവരി 13-നായിരുന്നു അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. എംബ്രേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതോടെ കേന്ദ്രം അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയായിരുന്നു. പിന്നീട് 6 മാസം കൂടി രാഷ്ട്രപതി ഭരണം നീട്ടുകയായിരുന്നു. ഈ മാസം 12-ന് അവസാനിക്കാനിരിക്കെ രാഷ്ട്രപതി ഭരണത്തിൽ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് ബി.ജെ.പി. എം.എൽ.എമാർ അടക്കം കേന്ദ്ര കമ്മിറ്റിയോട് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ശാരദാദേവി മണിപ്പൂർ ബി.ജെ.പിയുടെ അധ്യക്ഷയടക്കം ഡൽഹിയിലെത്തി വിവിധ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് തരുൺജുഗിനെ കേന്ദ്ര നിരീക്ഷകനായി വെക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി യുംനാമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ശരി, നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.